SJ Cam ഇപ്പോൾ സംഭവം ഡെഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഇഷ്യൂ തന്നെ ആകാൻ കാരണം. പക്ഷെ നമ്മൾ നിരാശപ്പെടാൻ പാടില്ലല്ലോ. പഴയ ബാറ്ററി മാറ്റിയിട്ട് പുതിയൊരു ബാറ്ററി തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. റൈറ്റ്, SJ Cam ന്യൂ ഓൾഡ് ഓക്കെ, കൊള്ളാം. ഇനി നമുക്ക് ക്യാമറയിലോട്ട് ഇടാം. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. വർക്കാകുന്നില്ലല്ലോ. ഈസി ആയിട്ട് ഊരാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് ഊരിയെടുക്കാൻ ചെയ്യാം. വേണ്ട, ഈസി ആയിട്ട് വരാം. പക്ഷെ ഇത് സെയിം സൈസ് ആണല്ലോ, സെയിം സൈസ് സെയിം ബാറ്ററി, പക്ഷെ വർക്കാവുന്നില്ല. എന്താ പണി പാളി, നോട്ട് വർക്കിംഗ്. ഡിസ്പ്ലേ പോലും ഓൺ ആവുന്നില്ല. ചാർജ് ഉണ്ട്, ചാർജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നീല ലൈറ്റ് കത്തുന്നത്. അല്ല, ഇവിടെ കത്തൂല. പക്ഷെ ഇത് ബാറ്ററിയുടെ പ്രശ്നമാണോ അത് ക്യാമറയുടെ പ്രശ്നമാണോ? ഇപ്പോൾ ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി നന്നാക്കി? ഇതിനൊന്നും സർവീസ് സെൻ്റർ ഒന്നും ഇല്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി പുതിയത് വാങ്ങിച്ചിട്ടത് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ വിഷയമാണോ ക്യാമറയുടെ വിഷയമാണോ അതൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം ഹാളി. ഇനി റിട്ടേൺ അടിക്കാനുള്ള സമയമാണ്. സോ നമുക്ക് അവിടെ ബാറ്ററി റിട്ടേൺ അടിച്ചു വിടാം. പിന്നെ നമ്മൾ ബാറ്ററി ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. തിരിച്ച് അതേപടി തന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ അടിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ നോക്കേണ്ട കാര്യമില്ല, 2-3 കാര്യം നോക്കി എനിക്ക് നോക്കാം. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഈ സാധനം റിട്ടേൺ അടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യാം. ഇത് ഒറിജിനൽ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെ തിരിച്ച് കയറ്റുന്നില്ല. ഏതാണെങ്കിലും സംഭവം അടിച്ചുപോയി. ഇതിപ്പം ഫെയിൽഡ്. ഈ ഒരു ക്യാമറ 4 കൊല്ലം ഉപയോഗിച്ചു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു 4 കൊല്ലമൊക്കെ ഇച്ചിരി കൂടുതലല്ലേ, ഇടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണം. SJ Cam ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ 4 കൊല്ലം യൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് ക്യാമറ വാങ്ങിച്ചിട്ട് 4 കൊല്ലമായെന്നാണ്. ഇത് വെച്ചിട്ട് ഞാൻ ശരിക്കും നല്ല രീതിക്ക് വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടുമില്ല. ഇത് ഞാൻ ഹെൽമെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് മേടിച്ചാണ്. ഇത് മേടിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമം വന്നു. അപ്പോൾ അത് കാരണം എടുത്ത് മുന്നിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വണ്ടിയെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടിയെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റിയിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസേഷൻ ഒന്നും പക്കയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചത്. കണ്ടിന്യൂ യൂസ് 4 കൊല്ലം ചെയ്തിട്ട് ഇത് പോയതാണെങ്കിൽ നമുക്കതിൽ നിരാശയില്ലായിരുന്നു. പക്ഷേ 1 കൊല്ലം പോലും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സാധനം ഒരു കളിപ്പാട്ടം പോലെ എടുത്തു വെച്ച് പോയി എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. SJ Cam പേരൊക്കെ കിടുവാണ്. പക്ഷേ സംഭവത്തിൻ്റെ ഇവിടുത്തെ സ്വിച്ച് കണ്ടോ, ഇത് ഞെക്കി പോയതാണ്. ഞെക്കി പോയെന്ന് വെച്ചാൽ ഓൺ ഓഫ് ആണ് ആക്കുന്നത്, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ആ സാധനം കുറച്ച് കഴിയുമ്പോഴത്തേനും പൊടിഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ SJ Cam എടുക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. SJ Cam ഒരു നല്ല ഓപ്ഷൻ അല്ല. നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഒരു എന്താ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ പക്കയാണെന്ന് ഇവരുടെ ആഡ്സിനകത്ത് പറയും. സൈക്കിളെ വെച്ചുകൊണ്ടിട്ടും ബൈക്കെ വെച്ചുകൊണ്ടിട്ടും ഒക്കെ പക്കയായിട്ട് പോകാൻ പറ്റത്തില്ല. ഏതാണെങ്കിലും ഇത് നമ്മൾ നശിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇതൊരു സ്മാരകമായിട്ട് ഇരിക്കട്ടെ. സ്മാരകമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ ഒരു പോക്കോ എക്സ്ട്രീം ഇതുപോലെ തന്നെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് തോന്നാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ SJ Cam യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹാവ് എ നൈസ് ഡേ ഗൈസ്.